പ്രിയപ്പെട്ടവർ, ഇതുപോലെയുള്ള യുദ്ധവിരുദ്ധ റാലി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമാധ്യമങ്ങളിലൂടെ ന്യൂയോർക്ക് സിറ്റിയിൽ അമേരിക്കൻ ഭരണകൂടം ഇറാന് നേരെ ഇസ്രായേലുമായി കൈകോർത്ത് നടത്തുന്ന നിഷ്ഠൂരമായ സൈനിക ആക്രമണത്തിനെതിരെ ന്യൂയോർക്ക് സിറ്റിയിൽ നടന്ന നൂറുകണക്കിന് മനുഷ്യരണിനിരുന്ന യുദ്ധവിരുദ്ധ റാലി ഇതിനോടകം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അമേരിക്കയിൽ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ജനാധിപത്യവാദികളായ മനുഷ്യർ, സമാധാന പ്രേമികളായ മനുഷ്യർ യുദ്ധത്തിനെതിരെ സമാധാനത്തിന്റെ സന്ദേശവുമായി, ഇറാന് ഐക്യദാർഢ്യവുമായി ഇത്തരത്തിലുള്ള റാലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന കടന്നുകയറ്റത്തിന് കൊച്ചിയിൽ പ്രകടനം നടത്തിയിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾക്ക് ചരിത്രത്തിൽ ഒരുപാട് ആവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടനെതിരെ കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ സമരം ചെയ്താൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് ചോദിച്ചവരുടെ പിന്തുണക്കാരാണ്. പക്ഷെ നമുക്കിന്ന് സ്വാതന്ത്ര്യം കിട്ടി. അത് രാജ്യത്തെമ്പാടും നടന്ന ചെറുതും വലുതുമായ സമരങ്ങളുടെ ഭാഗമായാണ് എന്ന് നമുക്കിന്നറിയാം. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പുരോഗമനോന്മുഖമായ രാഷ്ട്രീയ സാക്ഷരത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഇതിനു മുൻപും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത അനീതി നടന്ന ഘട്ടങ്ങൾ, അതിനെതിരെ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നെൽസൺ മണ്ടേലയെ ജയിൽ വിമോചിതരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനങ്ങൾ ഒരു കാലത്ത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും നടന്നിട്ടുള്ളതാണ്. വിയറ്റ്നാമിലെ അമേരിക്കൻ അധിനിവേശത്തിനെതിരായ സമരം ലോകത്തിലെ കലാലയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അതിന്റെ മുന്നിൽ കേരളത്തിലെ കലാലയങ്ങൾ നിന്നു എന്നത് ചരിത്ര സംഭവമാണ്. ലോകത്തിലെവിടെയും മനുഷ്യ സ്നേഹത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് അനീതികളോട് സന്ധി ചെയ്യാനാവില്ല എന്നതാണ് വസ്തുത. അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ പ്രതിഷേധം ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിന്റെ മുന്നിൽ നിന്നത് അമേരിക്കൻ ക്യാമ്പസുകളാണ് എന്ന ചരിത്രത്തിലെ പ്രത്യേകതയുണ്ട്. സ്വന്തം രാജ്യം അനീതി കാണിച്ചാൽ അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും എന്ന നിലപാടാണ് അമേരിക്കയിലെ ജനങ്ങൾ, അമേരിക്കയിലെ വിദ്യാർത്ഥികൾ അന്ന് സ്വീകരിച്ചത്. ആ സമരത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഓഹിയോയിലെ കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അമേരിക്കൻ വിരുദ്ധ പ്രകടനം നയിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ അമേരിക്കൻ സൈന്യത്തിന് വെടിവെക്കേണ്ടതായി വന്നു. ആ വെടിവെപ്പിൽ 3 വിദ്യാർത്ഥി നേതാക്കൾ അന്ന് രക്തസാക്ഷിത്വം വരുത്തി. ഒരുപക്ഷെ ലോകമെമ്പാടും ആർത്തിരമ്പിയ അമേരിക്കൻ വിരുദ്ധ പ്രതിഷേധ കൊടുങ്കാറ്റിന് കരുത്തു പകർന്ന രക്തസാക്ഷിത്വമായിരുന്നു അന്നത്തെ രക്തസാക്ഷിത്വം. സ്വന്തം രാഷ്ട്രത്തിന്റെ നിറവീടിനെതിരെ മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥി, ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം വരിച്ചവർ, ഇങ്ങനെയൊക്കെയാണ് ലോകത്തിന്റെ ചരിത്രം. ആ മഹത്തായ ചരിത്രം മനുഷ്യരാശിയെ വഴികാട്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോ ഇറാനു നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന നീതീകരിക്കാനാവാത്ത മനുഷ്യക്കുരുതിക്കെതിരെ, അധിനിവേശത്തിനെതിരെ, ഏകപക്ഷീയമായ സൈനിക ആക്രമണത്തിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഈ കൊച്ചിയിലെ പ്രതിഷേധം. ഇവിടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ, ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം മുടക്കുന്ന യുവജനങ്ങൾ, മഹിളകൾ, തൊഴിലാളികൾ എല്ലാവരും അമേരിക്കയിലും ലോകമെമ്പാടും ഇന്ന് നടക്കുന്ന ഉയർന്നു വരുന്ന സമാധാന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഈ ഘട്ടത്തിൽ യുദ്ധത്തിനെതിരെ ഉയർന്നു വരുന്ന വികാരത്തെ, സമാധാനത്തിനു വേണ്ടിയുള്ള മുദ്രാവാക്യത്തെ ദുർബലപ്പെടുത്തുന്നതിനുമുള്ള തീർത്തും അരാഷ്ട്രീയമായ പ്രചരണങ്ങളുണ്ട്. അതിന് നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നവരുണ്ട്. അതിലെല്ലാറ്റിനും ഒന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ ഇറാന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പാണക്കാട്ടെ ഒരു തങ്ങൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചാൽ ആ പ്രസ്താവനയുടെ താഴെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അമേരിക്കൻ വിരുദ്ധ നിലപാട് അതേ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ തെറിയഭിഷേകം നടത്തുകയും ചെയ്യുന്ന ലീഗിന്റെ പ്രവർത്തകർക്ക് മറുപടിയില്ല. അതേ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസുകാർക്കും മറുപടിയില്ല. അമേരിക്ക
ഇന്ത്യയുടെ സഹോദര രാജ്യമാണെന്നും അമേരിക്കയ്ക്ക് വിധേയമായി ജീവിക്കണമെന്നും വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്ന സംഘപരിവാറുകാർക്കും മറുപടിയില്ല. കാരണം ഇടതുപക്ഷത്തിന്റെ മറുപടി മനുഷ്യരോട് മാത്രമാണ്, മനുഷ്യത്വമുള്ളവരോട് മാത്രമാണ്. മനുഷ്യരൂപമുള്ള മനുഷ്യരെന്ന പദവുമായി ബന്ധമില്ലാത്തവരോട് ഒരു മറുപടിയുമില്ല. പക്ഷെ നിഷ്കളങ്കരായ ചിലരെങ്കിലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ സ്വാധീനത്തിൽ പെട്ടുപോകും. അവരിപ്പോ ചോദിക്കുന്നുണ്ട്, ഇറാനും ഖമേനിയുടെ നേതൃത്വം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നിലപാടെടുത്തവരല്ലേ, കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയവരല്ലേ, അവരെ ജയിലടച്ചവരല്ലേ, അപ്പൊ ആ ഇറാനെ ആക്രമിക്കുമ്പോ, ആ ഖമേനിയെ കൊലപ്പെടുത്തുമ്പോ ആഹ്ലാദിക്കുകയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്? ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നവരും ലീഗുകാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഇത്തരത്തിലുള്ള വങ്കത്തരം പറയുന്നതും അറവക്ഷണത്തരം പറയുന്നതും ഇവർ 3 പേരും കൈകോർത്ത് പിടിച്ചാണ് നിൽക്കുന്നത് എന്നത് വർത്തമാനകാലത്തെ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇറാഖിലെ ഐക്യദാർഢ്യവുമായി തെരുവുകളിൽ ഇറങ്ങിയ ഘട്ടത്തിലാണ്. ഇറാഖിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചയാളല്ലേ സദ്ദാം ഹുസൈൻ, കമ്മ്യൂണിസ്റ്റുകാരെ തുറങ്കിലടച്ചയാളല്ലേ സദ്ദാം ഹുസൈൻ, കമ്മ്യൂണിസ്റ്റുകാരെ പീഡിപ്പിച്ച ആ സദ്ദാം ഹുസൈനെ എന്തിനാണ് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ്. ഇത്തരം ചോദ്യം ഉന്നയിക്കുന്ന മുൻപറഞ്ഞ വിഭാഗങ്ങൾക്ക് ഒരു മറുപടിയുമില്ല, മുൻപറഞ്ഞ കാരണങ്ങളാൽ. എന്നാൽ ഇത്തരത്തിലുള്ള പ്രചാരവേലയാൽ സ്വാധീനിക്കപ്പെടുന്ന രാഷ്ട്രീയമായ മുൻവിധികളില്ലാത്ത മനുഷ്യരോട് ഞങ്ങൾക്ക് സംവദിക്കാനുണ്ട്. എന്താണ് പ്രശ്നം? ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭരണാധികാരി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എടുത്ത തെറ്റായ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമേയല്ല. പിന്നെയോ ഇത് ലോകസമാധാനത്തിന്റെ പ്രശ്നമാണ്, ഇത് സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ പ്രശ്നമാണ്. കുറച്ചുകൂടി ലളിതമായി വ്യക്തമായി പറഞ്ഞാൽ ഇന്നത്തെ സംഘപരിവാർ ഭരണകൂടത്തെ, ഇന്ത്യൻ ഭരണകൂടത്തെ നഖശിഖാന്തം എതിർക്കുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. എല്ലാ നിലയിലും എതിർക്കുന്നവരാണ്. മോദി ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങളെ, അവരുടെ ജനവിരുദ്ധമായ സാമ്പത്തിക നയങ്ങളെ, കോർപ്പറേറ്റുവൽക്കരണത്തെ എതിർക്കുന്നു. ഇന്ത്യയുടെ മതനിരപേക്ഷ അടിത്തറ ദുർബലപ്പെടുത്തുന്ന സംഘപരിവാരത്തിന്റെ വിദ്വേഷ പ്രചരണത്തെ എതിർക്കുന്നു. അവരുടെ വർഗീയ അജണ്ടകളെ എല്ലാം എതിർക്കും. നമ്മുടെ രാജ്യത്ത് ഇഷ്ടമില്ലാത്തവരെ പശുവിന്റെ പേരിൽ കൊന്നുകൊള്ളാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെ എല്ലാം എതിരായി പൊറുക്കുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ ഈ ഘട്ടത്തിൽ അമേരിക്കയാവട്ടെ, മറ്റേതെങ്കിലും ഒരു ശക്തിയാവട്ടെ, ഒരു സാമ്രാജ്യത്വ ശക്തിയാവട്ടെ, ഇന്ത്യക്കെതിരായി ആക്രമണം ഒഴിച്ചുവിട്ടാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പാദയാത്രയിൽ തട്ടിക്കൊണ്ടുപോയാൽ എന്തായിരിക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്? ഒരു സംശയവും വേണ്ട. മോദി ഭരണകൂടത്തെ നഖശിഖാന്തം എതിർക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ പരമാധികാരത്തിനു മേലുള്ള ബാഹ്യമായ ആക്രമണത്തെ, കൈകടത്തിന്റെ സാമ്രാജ്യത്വ ആക്രമണത്തെ അതിശക്തമായി എതിർക്കും. അപ്പോ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? നിങ്ങൾ മോദിയെ എതിർത്തവരല്ലേ? കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചയാളല്ലേ മോദി? അവരുടെ വർഗീയ രാഷ്ട്രീയത്തെ നിങ്ങൾ എതിർക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. അവിടെ ഇന്ത്യയുടെ പരമാധികാരത്തിനാണ് വില. അവിടെ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതെ അവിടേക്ക് കടന്നു കയറുന്ന, ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, അവിടുത്തെ ജനങ്ങളെ യുദ്ധക്കെടുതിയിലേക്ക് തള്ളിയിടുന്ന, ലോകക്കെട്ടങ്ങളുടെ സമാധാനം തകർക്കുന്ന സാമ്രാജ്യത്വത്തെ എതിർക്കുക എന്നതാണ് പ്രശ്നം. അത് മനസ്സിലാവണമെങ്കിൽ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ ചലനങ്ങളെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവണം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച സദ്ദാം ഹുസൈനെ എതിർത്തിട്ടുണ്ട്. എന്നാൽ ഏകപക്ഷീയമായി അമേരിക്ക സദ്ദാമിന്റെ പേരിൽ നടത്തിയ ആക്രമണത്തെയും ഞങ്ങൾ എതിർക്കുന്നുണ്ട്. തെറ്റായ ഏതെങ്കിലും ഒരു നയത്തിനുള്ള പിന്തുണയല്ലാതെ, മറിച്ച് രാഷ്ട്രമെന്ന നിലയിൽ രൂപപ്പെടുത്തത് മുതൽ ഇങ്ങോട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം, അമേരിക്കൻ ഭരണകൂടം ലോകത്തിന്റെ സമാധാനം തകർത്തുകൊണ്ട് നടത്തുന്ന എല്ലാ സൈനികമായ ഇടപെടലുകൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധമാണ്. ലോകത്തിന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് കൈകോർത്ത് നിൽക്കുന്ന ഇസ്രായേലാണ്. ഈ 2 രാജ്യങ്ങളാണ് ഇന്ന് ലോക സമാധാനത്തിന് ഭീഷണി. ചരിത്രത്തിലുടനീളം മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കാതെ തങ്ങളുടെ സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾക്കു വേണ്ടി ഏകപക്ഷീയമായ ആക്രമണങ്ങൾ, കൂട്ടക്കുരുതികൾ, ഉപരോധങ്ങൾ നടത്തിയ എത്ര അനുഭവങ്ങളാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ളത്. അമേരിക്കയുടെ ഒരു അടുക്കളത്തോട്ടമായി സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെ നിലനിർത്തുക എന്നത് അമേരിക്കയുടെ ഒരു അജണ്ടയായി. അതിന്റെ ഭാഗമായി
സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ ഉണർവുകളെ സൈനികമായി തന്നെ അടിച്ചമർത്തുകയും ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് തങ്ങളുടെ പരിധിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത അതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കുക ചരിത്രത്തിലെ എത്ര ചോര കുരുതികളുടെ പാഠമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ചിലി, ലാറ്റിൻ അമേരിക്കയിലെ ഒരു രാഷ്ട്രമാണ് ചിലി. ആ ചിലിയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് രാഷ്ട്രീയാധികാരത്തിലേക്ക് വന്നു, സാൽവഡോർ അലൻഡെ. ആ അലൻഡയുടെ സ്നേഹിതനായിരുന്നു ലോകം മുഴുവൻ ആദരിക്കുന്ന മഹാനായ കവി പാബ്ലോ നെരൂദ. നെരൂദയെയും സാൽവഡോർ അലൻഡയെയും കൊലപ്പെടുത്തിയത് അമേരിക്കൻ അട്ടിമറിയിലാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ CIA നേരിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി കൊല്ലപ്പെടുന്നു. ആ രാഷ്ട്രത്തെ ആകെ ചിഹ്നഭിന്നമാകും. അങ്ങനെ ചിലിയിൽ, പെറുവും മറ്റൊട്ടേറെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരു കാലത്ത് ഓപ്പറേഷൻ കോണ്ടോർ എന്ന പേരിൽ പെറുവിൽ നിന്ന് ആരംഭിച്ച അമേരിക്കൻ സൈന്യത്തിന്റെയും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേരിട്ടുള്ള നേതൃത്വത്തിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ട എത്രായിരങ്ങൾ, 10,000-ങ്ങളാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത്. എത്ര രാജ്യങ്ങളെയാണ് അസ്ഥിരപ്പെടുത്തിയത്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കായികമായി ബലമുള്ളവർ രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സൈനികമായി കൂടുതൽ കരുത്തുള്ളവർ, കരുത്ത് കുറവുള്ളവരെ ആക്രമിച്ച് കീഴടക്കുക എന്നത് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല, മര്യാദയല്ല. അത് മലയാളത്തിലെ ഏറ്റവും മോശമായ വാക്കുകൊണ്ട് അടയാളപ്പെടുത്തേണ്ട ഒരു ക്രൂരതയാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ തലവൻ, അദ്ദേഹത്തിന്റെ പങ്കാളി ഇപ്പൊ ന്യൂയോർക്കിൽ ജയിലിൽ കിടക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. 2006 സെൻട്രൽ അമേരിക്കൻ രാജ്യമായ ഹോണ്ടുറാസ് ഇതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷക്കാരനായ പ്രസിഡന്റ് മാനുവൽ സെലേം അദ്ദേഹത്തെ അമേരിക്കൻ സൈനിക ശക്തിയുടെ പിൻബലത്തിൽ മാത്രം ഹോണ്ടുറാസിൽ നിന്ന് നാട് കടത്തുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. സാൽവഡോർ അലൻഡയുടെ കാര്യം, ഇവാ മൊറോൽസിന്റെ കാര്യം, ഹ്യൂഗോ ചാവേസ് നേരിട്ട നിരവധിയായ ആക്രമണങ്ങളുടെ ചരിത്രം, ഹോണ്ടുറാസും മാനുവൽ സെലേയുടെ കാര്യം, ഇതെല്ലാം നമ്മുടെ മുൻപിൽ ചരിത്രമായി നിൽക്കുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു ബന്ധമുണ്ട് ഈ ചരിത്രം സ്തംഭിച്ചു നിൽക്കും എന്ന് ധരിക്കാൻ പാടില്ല. അമേരിക്കയുടെ ഈ സൈനികാക്രമണങ്ങൾ, സൈനിക മേധാവികൾ മറ്റു രാഷ്ട്രങ്ങളെ ദുർബലപ്പെടുത്തുന്ന, അവരുടെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കുന്ന, അവിടുത്തെ ജനങ്ങളെ കൊന്നു തള്ളുന്ന ഈ ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്ക് എതിരെ ഇത്തരം രാജ്യങ്ങളിലെ ജനങ്ങൾ കൂടുതൽ സാമ്രാജ്യത്തെ വിരുദ്ധ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കപ്പെടുന്നതിനും അവർ ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിനും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോ 2-3 വർഷങ്ങൾക്ക് മുൻപ് ഹോണ്ടുറാസ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷ സഖ്യത്തിന്റെ നേതാവായ ഷിയോമാരോ കാസ്ട്രോ വിജയിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. ആ ഷിയോമാരോ കാസ്ട്രോ 2006 അമേരിക്ക നാട് കടത്തിയ മാനുവൽ സെലേയുടെ ജീവിത പങ്കാളിയാണ് എന്നതാണ് വസ്തുത. ഇങ്ങനെ ചരിത്രത്തിൽ ചില കാവ്യപ്രതികാരങ്ങൾക്കും ലാറ്റിൻ അമേരിക്ക സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സാൽവഡോർ അലൻഡയുടെ പേരെക്കുട്ടി പിന്നീട് ചിലിയുടെ പ്രതിരോധ മന്ത്രിയാകുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും ഒടുവിൽ വെനിസ്വേലയുടെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലവൻ സുരക്ഷിതത്വമില്ലാത്ത സ്ഥിതി, ഏത് രാജ്യവും ആക്രമിക്കപ്പെടാം എന്ന സ്ഥിതി, ഏത് രാജ്യത്തെ ജനങ്ങളും നിർദ്ദയം കൊല്ലപ്പെടാം എന്ന സ്ഥിതി, ഇതാണ് ഇന്ന് ലോകമെമ്പാടുമുള്ളത്. ഇറാനെതിരായി ഇപ്പോൾ നടക്കുന്ന ആക്രമണം, ഇറാനിലെ ഭരണകൂടം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതല്ല. ആ കാര്യത്തിൽ ഇറാനിലെ ഭരണകൂടം എന്നും വിമർശിക്കപ്പെടും, എതിർക്കപ്പെടും. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഒരു ദശാബ്ദം മുൻപ് ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ഇപ്പോഴത്തെ ആക്രമണത്തിന് കാരണമായിട്ടുള്ള അതേ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റായി ബറാക് ഒബാമ ഭരിക്കുന്ന സമയത്ത് ഒരു കരാർ ഒപ്പുവെക്കപ്പെട്ടു. ആ കരാറിൽ അമേരിക്കയ്ക്ക് പുറമെ റഷ്യയും ജർമ്മനിയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ പങ്കാളികളായിട്ടുള്ള കരാറാണ്. ഇറാൻ ഒപ്പുവെച്ച ആ കരാറിൽ ഊർജാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ സമ്പുഷ്ടീകരണ യുറേനിയം ഉപയോഗിക്കൂ എന്ന് എന്നേക്കുമായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇറാനെതിരായി നടക്കുന്ന ആക്രമണത്തിന്റെ അടിസ്ഥാന കാരണം ഒരു ദശാബ്ദം മുൻപ് പരിഹരിക്കപ്പെട്ടതാണ്. അമേരിക്കൻ പ്രസിഡന്റ് പങ്കാളിയായ ആ ഉടമ്പടി
നിലനിൽക്കുകയാണ്. അതാണ് വസ്തുത. ഇറാൻ ആണവായുധം നിർമ്മിച്ചേക്കും എന്നാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? ലോകത്തിലാദ്യമായി ആണവായുധം പ്രയോഗിച്ച് 10,000-കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട സാമ്രാജ്യത്വ ഭരണകൂടമായ അമേരിക്കയാണ് പറയുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം. നിങ്ങൾ നോക്കൂ, 1945 ആഗസ്റ്റ് 6-നും 9-നും ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചതാണ് മാനവരാശിയുടെ ചരിത്രത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ആണവായുധ പ്രയോഗം. എന്തായിരുന്നു പശ്ചാത്തലം? രണ്ടാം ലോക യുദ്ധമാണ്. യുദ്ധത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള നടപടികളും സാധൂകരിക്കപ്പെടും എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ രണ്ടാം ലോക യുദ്ധത്തിന്റെ ഭാഗമായി ഒന്നുമില്ല ഈ ബോംബാക്രമണം എന്നതാണ് ലോകത്തിലെ പല യുദ്ധ വിദഗ്ധരും ഏകകണ്ഠമായി അഭിപ്രായപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? 1945 ഏപ്രിൽ മാസം 28-ാം തീയതി രണ്ടാം ലോക യുദ്ധത്തിലെ അച്ചുറണ്ട ശക്തികളുടെ നേതാവായിരുന്ന മുസോളിനിയെ ജനക്കൂട്ടം അടിച്ചുകൊണ്ട് അതോടുകൂടി തന്നെ രണ്ടാം ലോക യുദ്ധത്തിന്റെ അച്ചുറണ്ട ശക്തികളുടെ കൊടി താഴ്ന്നു എന്നുള്ളതാണ് സത്യം. 2 ദിവസം കഴിഞ്ഞപ്പോ തന്റെ കൊട്ടാരത്തിന്റെ മട്ടപ്പാവിൽ ചുറ്റികയെ വരുവാനും ആലേഖനം ചെയ്ത ചെമ്പതാക ഉയർത്തുന്ന റഷ്യൻ റെഡ് ഗാർഡുകളുടെ ദൃശ്യം കണ്ട് ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് ഹിറ്റ്ലർ തന്റെ വളർത്തുകളെയും കാമുകിയെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു. രണ്ടാം ലോക യുദ്ധത്തിലെ അച്ചുറന്തു ശക്തികളുടെ ആൾരൂപങ്ങളായിരുന്നു ഈ രണ്ടുപേരും. മുസോളിനിയെ ജനക്കൂട്ടം മരിച്ചുകൊണ്ട് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ആ അർത്ഥത്തിൽ രണ്ടാം ലോക യുദ്ധം ഏറെക്കുറെ അവസാനിച്ചു. അതിന്റെ ചില അനുരണനങ്ങൾ മാത്രമേ പിന്നെയുള്ളൂ. ഏപ്രിൽ 30-ഓടെ 1945 ഏപ്രിൽ 30-ഓടെ ഹിറ്റ്ലറുടെ ആത്മഹത്യയോടെ രണ്ടാം ലോക യുദ്ധം ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. പിന്നെയും 3 മാസം കഴിഞ്ഞാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഈ ബോംബ് വർഷിക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? ഹിറ്റ്ലറെ മുറ്റുകുത്തിച്ച സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് ചെപ്പറ, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിടുത്തെ റെഡ് ഗാർഡുകൾ അവരുടെ ഇച്ഛാശക്തിയുടെ മുന്നിലാണ്, അവരുടെ യുദ്ധവീര്യത്തിന്റെ മുന്നിലാണ് ഹിറ്റ്ലർ മുട്ടുമടക്കിയത് എന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് കരുത്തിനോട്, കമ്മ്യൂണിസ്റ്റ് നിശ്ചയദാർഢ്യത്തോട് വലിയ മതിപ്പുണ്ടാക്കിയ സംഭവമായിരുന്നു. അങ്ങനെ രണ്ടാം ലോക യുദ്ധത്തിന്റെ മേധാവിത്വം തങ്ങളിൽ നിന്ന് വഴുതി മാറുന്നതിന് അമേരിക്ക സാക്ഷ്യം വഹിച്ച ഘട്ടത്തിലാണ് മേലിനടിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ കയ്യിൽ മാരകമായ ഭരണശേഷിയുള്ള ആയുധങ്ങളുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ, കൂടുതൽ മനുഷ്യരെ കൊന്നത് ഞങ്ങളാണ് എന്ന് മേലിനടിക്കാൻ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടും ക്രൂരതയാണ് അന്നുണ്ടായത്. പക്ഷെ ക്രൂരതയെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ, സമാധാനത്തെക്കുറിച്ച് വാചാലരാകുന്നവർ പലരും അമേരിക്ക നടത്തിയ ഈ ആണവ വിസ്ഫോടനത്തെ, ആണവായുധ പ്രയോഗത്തെ ബോധപൂർവം മറന്നു കളയുകയാണ് പതിവ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ലോകത്തിലാദ്യമായി ആണവായുധം പ്രയോഗിച്ച ഒരു സെക്കൻഡ് കൊണ്ട് 10,000-കണക്കിന് വരുന്ന മനുഷ്യർ ഉരുകിത്തീർന്ന ആ കൊടുംക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്ത അമേരിക്കയാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കിയേക്കും എന്ന് പറഞ്ഞാൽ ഇന്നും ലോകത്തിൽ ആയുധ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ജീവിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളുടെയും വരുമാനത്തിന്റെ മുഖ്യ പങ്ക് പലതാണ്. നമ്മുടെ രാജ്യം ഇപ്പോഴും അറിയപ്പെടുന്നത് കാർഷിക രാജ്യമെന്നാണ്. ചില രാജ്യങ്ങളുടെ വരുമാനത്തിന്റെ മുഖ്യ പങ്ക് കൃഷിയാണ്. അമേരിക്കയോ? അമേരിക്കൻ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നത് ആയുധ കച്ചവടമാണ്. ആയുധം കൊണ്ട് ലോകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ട ഏക ഉപയോഗം മനുഷ്യനെ കൊല്ലുക എന്നത് മാത്രം. ആയുധത്തിന്റെ വേറെ ഉപയോഗമാണുള്ളത്. അപ്പൊ ലോക സമാധാനത്തിന്റെ ഭീഷണി അമേരിക്കയാണ്. ലോകത്തിലെല്ലായിടത്തും സമാധാനം ഉണ്ടായാലോ? എല്ലാ അതിർത്തികളിലും സമാധാനം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ, എല്ലാ രാജ്യങ്ങളും തമ്മിൽ വലിയ സമാധാനം, സൗഹൃദം. അതിർത്തികൾ ആയുധധാരികളായ പട്ടാളത്തിന്റെ ആവശ്യമില്ല എന്നൊരു ഘട്ടം വന്നാൽ, രാജ്യങ്ങൾക്കിടയിൽ യുദ്ധമില്ലാതെ വന്നാൽ, സംഘർഷങ്ങളില്ലാതെ വന്നാൽ, സാഹോദര്യത്തിന്റെ പതാക ഭൂഗോളത്തിന്റെ മേൽ മാറിയാൽ ആദ്യം പട്ടിണിയിലാകുന്ന രാജ്യം അമേരിക്കയാണ്. ആയുധ കച്ചവടം നടക്കണമെങ്കിൽ, പോർവിമാനങ്ങളുടെ, ബോംബുകളുടെ, യുദ്ധോപകരണങ്ങളുടെ കച്ചവടം നടക്കണമെങ്കിൽ സംഘർഷമുണ്ടാവണം, സമാധാനം ഉണ്ടാവാൻ പാടില്ല. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഭയക്കണം. ഇവൻ എന്നെ ആക്രമിക്കുമോ, എന്റെ മേൽ യുദ്ധം വരുമോ, ആ പേടിയുണ്ടാവണം. യുദ്ധഭീതി ഉണ്ടായാലേ, സംഘർഷങ്ങൾ ഉണ്ടായാലേ, സംഘർഷങ്ങളുടെ കാർമേഘം ആകാശത്തിൽ ഉരുണ്ടുകൂടിയാൽ മാത്രമേ
അമേരിക്ക എന്ന രാജ്യത്തിന് വരുമാനം കിട്ടും. അതുകൊണ്ട് അമേരിക്ക തന്നെ മുൻകൈ എടുത്ത സംഘർഷങ്ങൾ ഉണ്ടാകും. ആ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ആയുധങ്ങൾ വിട്ടിരിക്കും. ഇതാണ് സ്ഥിതി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദശാബ്ദം മുൻപ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുമോ എന്ന കാര്യത്തിൽ തീർപ്പായതാണ്. ഇനി അതുമില്ല. ഈ കഴിഞ്ഞ ജൂണിൽ ഇറാനെതിരായി 2 ആഴ്ചത്തെ ഒരു അന്ത്യശാസനം അമേരിക്ക നൽകി. എന്നാൽ ആ 2 ആഴ്ചയുടെ അന്ത്യശാസനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആക്രമണം നടത്തി. ആ ആക്രമണം നടത്തിക്കൊണ്ട് അമേരിക്ക അവകാശപ്പെട്ടത് ഇസ്രായേൽ ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളാകെ തകർത്തു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുക. 2025 ജൂണില് ഇറാനിൽ നടത്തിയ ആക്രമണത്തിനൊടുവിൽ വളരെ വേഗത്തിൽ അവസാനിച്ച ആക്രമണത്തിന് ശേഷം അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെട്ടത് ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തു കഴിഞ്ഞു. പിന്നെന്തിനാണ് ഇപ്പോഴത്തെ ആക്രമണം? ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ പശ്ചാത്തലവും ഇതുപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട മറ്റൊരു പശ്ചാത്തലം കൂടിയും. അമേരിക്കയും ഇറാനും തമ്മിൽ ഇതേ പ്രശ്നത്തിൽ സമാധാനപരമായ ആവശ്യത്തിന്, ഊർജാവശ്യത്തിന് സമ്പുഷ്ടീകൃത യുറേനിയം ഉപയോഗിക്കാം, അതിന് മാത്രമേ ഉപയോഗിക്കൂ, അതിന് തന്നെ യുറേനിയം ശേഖരം ഉണ്ടാവില്ല തുടങ്ങിയ കാര്യങ്ങളിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ഒമാനാണ് മധ്യസ്ഥത വഹിക്കുന്നത്. മസ്കറ്റിൽ വെച്ചും ജനീവയിൽ വെച്ചും നടന്ന ആ ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി 10 കൊല്ലം മുൻപ് തന്നെ സമാധാനപരമായ ആവശ്യത്തിന് മാത്രമേ യുറേനിയം ഉപയോഗിക്കൂ എന്ന് ഉറപ്പിച്ച് നിലപാട് സ്വീകരിച്ച രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ പറയുന്നു അതിനുവേണ്ടിയാണെങ്കിൽ പോലും സമ്പുഷ്ടീകൃത യുറേനിയത്തിന്റെ ശേഖരം ഞങ്ങൾ സൂക്ഷിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തീർപ്പിലെത്തിക്കഴിഞ്ഞു. ഇനി സംഘർഷത്തിന്റേതായ യാതൊരു അന്തരീക്ഷവുമില്ല. സമാധാനപരമായി ഈ ചർച്ചകൾ പര്യവസാനിക്കുന്നുവെന്ന് മധ്യസ്ഥത വഹിച്ച ഒമാന്റെ വിദേശകാര്യമന്ത്രി 2 ദിവസം മുൻപ് കനേഡിയൻ ടെലിവിഷൻ ചാനലിലൂടെ ലോകത്തെ അറിയിച്ചു. എന്നാൽ ആ വാർത്ത പുറത്തു വരുന്നതിന് മുൻപ് ആക്രമണം ആരംഭിച്ചു. എന്തൊരു നിറകേടാണിത്, എന്തൊരു നിറകേടാണിത്. അമേരിക്ക ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു തെരുവിൽ നിന്ന് ഇങ്ങനെയൊരു നിലപാട് ആ വ്യക്തി സ്വീകരിച്ചാൽ ആ വ്യക്തി പിന്നെ 2 കാലിൽ നടന്നു പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. അത്രമാത്രം വഞ്ചനയുടെ, ക്രൂരതയുടെ, മനുഷ്യത്വരാഹിത്യത്തിന്റെ ഒരു രാഷ്ട്രമായി അമേരിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധമെന്ന് പറഞ്ഞാൽ ആകാശത്ത് പൊട്ടിച്ചു തുറന്ന സ്ഫോടക വസ്തുക്കളുടെ ദൃശ്യങ്ങളല്ല, മറിച്ച് ചിതറിത്തെറിക്കുന്ന മനുഷ്യ ശരീരങ്ങളാണ്, മനുഷ്യബന്ധങ്ങളാണ്, കുടുംബങ്ങളാണ്, അനാഥമായി കുന്നുകൂടി കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളാണ്, ചേതനയേറ്റ മനുഷ്യ ശരീരങ്ങൾ. ഒരു ഘട്ടം കഴിഞ്ഞാൽ ശവസംസ്കാരം നടക്കില്ല. യുദ്ധം തകർക്കുന്ന നാടുകളുടെ ചരിത്രം നിങ്ങൾ നോക്കൂ. മുറിവേറ്റ വീണൊരാൾ പിടഞ്ഞു മരിക്കുമ്പോ ആ മൃതശരീരം സംസ്കരിക്കണമെങ്കിൽ ആരോഗ്യമുള്ള 4 ആളുകളുണ്ട്. അതുണ്ടാവില്ല. ആളുകൾ കൂട്ടമായി മരിച്ചു വീഴുന്നു. അവരുടെ മൃതശരീരം സംസ്കരിക്കാൻ ആരുമില്ല. അപ്പൊ അവിടെ കിടന്ന് ചീഞ്ഞൊഴുകും. നഗരം മുഴുവൻ മാലിന്യ കൂമ്പാരമായി മാറും. ആ മാലിന്യങ്ങളുടെ അധികവും മനുഷ്യ ശരീരങ്ങളായിരിക്കും. മനുഷ്യൻ മാലിന്യമായി മാറുന്ന സാഹചര്യം. ആർക്കും അതുവഴി പോകാനാവാത്തത്ര ദുർഗന്ധപൂരിതമായ സ്ഥിതി. മനുഷ്യ ശരീരം കടിച്ചു വലിക്കുന്ന തെരുവ് നായ്ക്കളും മനുഷ്യരും ഒരുപോലെ ചിതറിത്തെറിച്ച് മാംസകഷ്ണങ്ങളായി കിടക്കുന്ന തെരുവുകൾ, കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ, അനുഭവങ്ങൾ. ഇപ്പൊ ഇറാനിൽ നിന്ന് പുറത്തു വന്ന ആദ്യത്തെ വാർത്ത എന്താണ്? ഒരു പെൺപള്ളിക്കൂടം ബോംബിട്ട് തകർത്ത വാർത്തയാണ്. 180 കുട്ടികളോ മറ്റും മരിച്ചുവെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കാണുന്നത്. കുഞ്ഞുങ്ങൾ എല്ലാ യുദ്ധത്തിലും ആദ്യം കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളാണ്, അമ്മമാരാണ്, നിസ്സഹായരായ സിവിലിയന്മാരാണ്. അത് കഴിഞ്ഞ സൈനികരൊക്കെ കൊല്ലപ്പെടും. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ നിസ്സഹായരായ ഈ അമ്പാറ്റകളെ പോലെ കൊന്നു തള്ളപ്പെടുന്ന, അവരുടെ ശവശരീരങ്ങൾ ചീഞ്ഞെഴുതുന്ന തെരുവുകൾ, കുടിവെള്ള സംവിധാനമെല്ലാം ഇല്ലാതെയായി കുടിവെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന മനുഷ്യർ, നീണ്ട ക്യൂ, കിലോമീറ്ററുകൾ. ആ ക്യൂ നിൽക്കുന്നവരിൽ പലരും ചോര ഒലിപ്പിച്ച ശരീരവുമായിട്ടാണ്. ആ മുറിവിൽ ഒരു പഞ്ഞ് വെച്ച് കെട്ടാനുള്ള സംവിധാനം പോലും ഉണ്ടാവില്ല. ആശുപത്രി തകർക്കപ്പെട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയുടെ ടാങ്കർ ലോറി വന്നു കഴിഞ്ഞാൽ ഈ ക്യൂ നിൽക്കുന്ന മുഴുവൻ പേർക്കും വെള്ളം കൊടുക്കാനാവില്ല. അത്രയും വെള്ളം ഉണ്ടാവില്ല. അപ്പൊ മുന്നിൽ നിൽക്കുന്നവർക്ക് മാത്രമേ വെള്ളം കിട്ടൂ. ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ തൊണ്ടവരന്റെ ഹൃദയം പൊട്ടി മരിക്കുമെന്ന ഘട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യർ വെള്ളം തീർന്നു പോകുന്നതിന് വേണ്ടി തങ്ങൾക്ക് കിട്ടാൻ തിക്കും തിരക്കും ഉണ്ടാകും. ആ തിക്കിലും തിരക്കിലും കൂടുതൽ കായിക ശക്തിയുള്ളവർ മുന്നിലെത്തും, അല്ലാത്തവർ ചവിട്ടി അരയ്ക്കപ്പെടും.
ഓരോ തിക്കിലും തിരക്കിലും വിട്ട് 10-100 പേർ മരിച്ചുപോകും. യുദ്ധത്തിൽ ആയുധം കൊണ്ട് മാത്രമല്ല, ആകാശത്തു നിന്നും സന്നദ്ധ സംഘടനകൾ ഹെലികോപ്റ്ററിലും മറ്റും വിട്ടുകൊടുക്കുന്ന ഭക്ഷണപ്പൊതികൾക്ക് വേണ്ടി വലിയ തിക്കും തിരക്കുണ്ടാകും. ആ ഭക്ഷണപ്പൊതി കയ്യെത്തിപ്പിടിക്കുന്ന ആ തിരക്കിനിടയിൽ, സംഘർഷത്തിനിടയിൽ കുറെ ആളുകൾ കൊല്ലപ്പെടും. ഏതെങ്കിലും മുഖേന ഒരു ഭക്ഷണപ്പൊതി എത്തിയാൽ ആ ഭക്ഷണപ്പൊതി കഴിക്കുന്നതിന് മുൻപ് മറ്റൊരാളും ചിലപ്പോൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. അവിടെ ആക്രമണം ഉണ്ടാകും. മനുഷ്യൻ ഏറ്റവും പ്രാകൃതമായ നിലയിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയെല്ലാമുള്ള അനുഭവങ്ങൾ. ശരീരഭാഗങ്ങൾ അറ്റുപോയവർ ജീവൻ തുടിക്കുന്ന ബാക്കി ശരീരഭാഗം. എന്തെല്ലാം കാഴ്ചകളാണ്! ഇതാണ് യുദ്ധം. 1 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ ഇങ്ങനെ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഒരു നാടാകെ തകർന്നു. ഇപ്പൊ ഇറാനിൽ നിന്ന് വരുന്ന അത്തരം അനുഭവം. ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്നു. അത് അമേരിക്കൻ സൈനിക ക്യാമ്പുകളിലാണ്. പക്ഷെ അത് ആ കൃത്യം കേന്ദ്രത്തിൽ മാത്രമായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ആളുകളാണ് മധ്യേഷ്യൻ രാജ്യങ്ങളിലുള്ളത്? അവരെല്ലാം ആശങ്കയിലാണ്. അവരുടെ എല്ലാം കുടുംബങ്ങൾ ആശങ്കയിലാണ്. യുദ്ധം ലോകത്തിന്റെ സമാധാനം തകർത്തു കളയുന്നു. ലോകത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന, മനുഷ്യത്വം തുടച്ചു നീക്കപ്പെടുന്ന, മനുഷ്യർ കൂട്ടമായി കൊല്ലപ്പെടുന്ന, ഒരാൾക്കും സങ്കല്പിക്കാനാവാത്ത ദുരന്തം സമ്മാനിക്കുന്നതാണ് യുദ്ധം. യുദ്ധം ഒരു വാക്കല്ല, അതൊരു വൻ ദുരന്തമാണ്. ഒരുപക്ഷെ മലയാളി സമീപകാലത്തൊന്നും നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാവാം കേരളത്തിൽ യുദ്ധാസക്തരായിട്ടുള്ള ചില ഏഴാം ജോലികൾ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് മനുഷ്യത്വത്തെ പരിഹസിക്കും വിധം ചില കൽപ്പനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇറാനിൽ സമാധാനം ഉണ്ടാവാം. ആ സമാധാനം ഉണ്ടാവാൻ ഇപ്പോൾ ചെയ്യേണ്ടത് അമേരിക്കയും ഇസ്രായേലും നീതി പാലിക്കുക എന്നാണ്. ലോകം മുഴുവൻ ഉയർന്ന ഈ മുദ്രാവാക്യമാണ്. അമേരിക്കയിൽ നിന്ന് ഉയർന്ന ഈ മുദ്രാവാക്യമാണ്. ഇസ്രായേലിലെ ഭരണാധികാരി നെതന്യാഹുവിന്റെ വീടിന്റെ മുന്നിൽ പോലും ഒത്തുകൂടുന്ന ജൂതന്മാർ വിളിക്കുന്നത് ഈ മുദ്രാവാക്യമാണ്. ഇസ്രായേൽ പാർലമെന്റിലെ അംഗങ്ങൾ ഇസ്രായേൽ ഭരണാധികാരികൾക്കെതിരെ ഉയർത്തുന്നത് ഈ ആവശ്യമാണ്. ഇത് ലോകത്തിന്റെ ആവശ്യമാണ്. ലോകമെങ്ങും ഉയരുന്ന മനുഷ്യത്വത്തിന്റെ മുദ്രാവാക്യത്തോടൊപ്പം, സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യത്തോടൊപ്പം കൊച്ചിയിൽ ഒത്തുകൂടിയ നമ്മളും കൈകോർക്കുന്നു. ലോകമാകെ സമാധാനത്തിന് വേണ്ടിയുള്ള ഈ യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങട്ടെ. എല്ലാ മനുഷ്യരും മറ്റെല്ലാ ഭിന്നാഭിപ്രായങ്ങളും മാറ്റിവെച്ച്, മറ്റെല്ലാ വ്യത്യസ്ത ചിന്താഗതികളും മാറ്റിവെച്ച്, ലോകത്തിലെവിടെയും ഇനിയൊരു യുദ്ധമുണ്ടാകാൻ പാടില്ല. മനുഷ്യൻ മനുഷ്യനെ കൊന്നൊടുക്കാൻ പാടില്ല. രാഷ്ട്രം രാഷ്ട്രത്തെ ആദരിച്ചുകൊണ്ടേ ഈ ആധുനിക ലോകം മുൻപോട്ട് പോകൂ എന്ന് തിരിച്ചറിയുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇന്നുള്ള ഏക തടസ്സം അമേരിക്കയാണ്. അമേരിക്കയുടെ സിൽബന്ധിയായ ഇസ്രായേലാണ്. ഈ 2 രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ അവർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ സമാധാനം തകർക്കുന്ന ഈ യുദ്ധവെറി, ആ യുദ്ധവെറിക്കെതിരായ പ്രതിഷേധത്തിൽ നമുക്കും കണ്ണിചേരാം. ഒപ്പം നമ്മുടെ രാഷ്ട്രം ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇറാനെതിരായ ഏകപക്ഷീയ ആക്രമണം ആരംഭിക്കുന്നതിന്റെ തലേന്നാൾ ഇസ്രായേലിൽ ചെന്ന് അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലോകത്തിലെ മനുഷ്യരുടെ മുമ്പിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭരണാധികാരികളെ പോലെ വെറുക്കപ്പെട്ടവനായ ഇന്ത്യൻ ഭരണാധികാരി മാറാനിടയാക്കുന്ന നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. അത് ഇന്ത്യക്കാർക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണാധികാരികളുടെ നിലപാടല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ നിലപാട് എന്ന് പ്രഖ്യാപിക്കേണ്ട സന്ദർഭമാണ്.